എത്ര കണ്ടാലും മതിവരാത്ത ഒരിടമാണല്ലോ മൂന്നാർ. ഇവിടുത്തെ കാഴ്ചകൾക്ക് ഭംഗി കൂട്ടാൻ KSRTC പുതുതായി ഇറക്കിയ പുതുപുത്തൻ ഡബിൾ ഡെക്കർ ബസ്സിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മഞ്ഞിന്റെയും തേയിലത്തോട്ടങ്ങളുടെയും നാടായ മൂന്നാറിന്റെ രാജകീയ കാഴ്ചകൾ പുതിയ ബസ്സിലിരുന്ന് കാണാനാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. KSRTCയുടെ 2026 പുതുവർഷ സമ്മാനമായിട്ടാണ് ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിന് സമ്മാനിച്ചത്. നിലവിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിന് കടും നീല കളറും പുതിയ ബസ്സിന് ഇളം നീല കളറുമാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പാപ്പനംകോടുള്ള സെൻട്രൽ വർക്ക്ഷോപ്പിൽ നിർമ്മിച്ച ഈ ഒരു ബസ്സിന് ടോട്ടൽ 50 സീറ്റ് കപ്പാസിറ്റിയാണുള്ളത്. ലോവർ ഡെക്കിന് 12 സീറ്റും അപ്പർ ഡെക്കിന് 38 സീറ്റുമാണുള്ളത്. അങ്ങനെ ഷാർപ്പ് 1 മണിയോടുകൂടി തന്നെ മൂന്നാർ ഡിപ്പോയിൽ നിന്നും ബസ് എടുത്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ഡബിൾ ഡെക്കർ ബസ് ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഗൂഗിളിൽ KSRTC ഓൺലൈൻ ബുക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന KSRTC സ്വിഫ്റ്റ് എന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറി ട്രാവലിംഗ് ഫ്രം എന്നുള്ളിടത്ത് മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ എന്നും ഗോയിങ് ടു എന്നുള്ളിടത്ത് സൈറ്റ് സീയിങ് എന്നും കൊടുക്കുക. എന്നിട്ട് താഴേക്ക് പോയി ഡേറ്റ് സെലക്ട് ചെയ്ത് സെർച്ച് ബസ്സസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ടൈമും സീറ്റും എല്ലാം കാണാം. ഇതിലേത് ടൈമാണ് വേണ്ടതെന്ന് ഉറപ്പാക്കി സെലക്ട് ചെയ്താൽ ഇങ്ങനൊരു പേജ് കാണാം. അപ്പർ ഡെക്ക് സീറ്റിന് 400 രൂപയും ലോവർ ഡെക്ക് സീറ്റിന് 200 രൂപയുമാണ് റേറ്റ് വരുന്നത്. പിന്നീട് വരുന്ന പേജിൽ പിക്കപ്പ് പോയിന്റും ഡ്രോപ്പ് ഓഫ് പോയിന്റും ടൈപ്പ് ചെയ്യുക. പിന്നീട് പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കുന്ന പേജ് വരും. അവിടെ പേരും ഏജും ജെൻഡറും ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള പേജിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ID കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ പേജിൽ പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ബസിന്റെ മുകളിൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ മൂന്നാറിന്റെ വിഷ്വൽ ബ്യൂട്ടി 360 ഡിഗ്രി വ്യൂവിൽ കണ്ടിങ്ങനെ ആസ്വദിച്ചു പോകാം. ഈ ഒരു ട്രിപ്പിന്റെ ആദ്യത്തെ സ്റ്റോപ്പായി ഈ കാണുന്ന സിഗ്നൽ പോയിന്റിലാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാൽ ടാറ്റ ടീ പ്ലാന്റേഷന്റെ അടിപൊളി വ്യൂകൾ കാണാം. ഓരോ വ്യൂ പോയിന്റിലും 10 മിനിറ്റോളം നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ദേവികുളം ടോൾ പ്ലാസ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ റൂട്ടുകളിലൊന്നായ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയാണ്. എവിടേക്ക് നോക്കിയാലും തേയിലത്തോട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗം മഴക്കാലത്ത് കോട നിറഞ്ഞാണ് എപ്പോഴും കാണാറുള്ളത്. ലെഫ്റ്റ് സൈഡ് ലാസ്റ്റ് കാണുന്ന കേട്ടോ രാജമല, മറ്റേ വരയാടുകളുള്ള ഇരവികുളം നാഷണൽ പാർക്ക്. രണ്ടാമത്തെ സ്റ്റോപ്പായി ബസ് നിർത്തുന്നത് ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റിലാണ്. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക്ഹാർട്ട് ടീ എസ്റ്റേറ്റ് ആണ്. നമ്മുടെ ബാക്കിൽ കാണുന്നത് ഉയരത്തിൽ കേരളത്തിൽ 3-ാം സ്ഥാനത്തുള്ള ചക്രമുടിയാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് അവിടെ സൈഡ് കാണുന്നത് മറ്റേ വരയാടുകളുള്ള രാജമലയാണ്, ഇരവികുളം നാഷണൽ പാർക്ക്. അത് മൂന്നാറിൽ നിന്ന് മറയൂരാണ് ഒഴിക്കുകയാണ്. അതിൻ്റെ അപ്പുറമാണ് ഉയരത്തിൽ 1-ാം സ്ഥാനത്തുള്ള ആനമുടി. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ലാതെ. പിന്നെ കൊളുക്കുമല അടുത്ത സ്ഥലത്ത് കാണാം. ഈ ഒരു ബസ് 35-40 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മൂന്നാറിന്റെ കാഴ്ചകളെല്ലാം ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യുമ്പോൾ മാക്സിമം രാവിലത്തെ അല്ലെങ്കിൽ ഈവനിങ്ങിലത്തെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എൻ്റെ ഈ ഒരു ട്രിപ്പ് ഉച്ചയ്ക്കായതുകൊണ്ട് തന്നെ നല്ല ചൂട് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ നെക്സ്റ്റ് സ്റ്റോപ്പായി നമ്മളിതായി എത്തിയിരിക്കുന്നത് മലൈക്കള്ളൻ കേവ് അഥവാ റോക്ക് കേവിലേക്കാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. പണ്ട് ഈ പ്രദേശത്തെ തോട്ടം തൊഴിലാളികളെയും
യാത്രക്കാരെയും കൊള്ളയടിച്ചിരുന്ന ഒരു കള്ളൻ താമസിച്ചിരുന്ന ഒരു കേവാണിത്. പണ്ട് പള്ളിവാസൻ ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന തങ്കയ്യൻ എന്നൊരാളാണ് മലൈക്കള്ളൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു ട്രിപ്പിന്റെ പ്രധാന അട്രാക്ഷൻ കൂടിയാണ് ഈ ഒരു കേവ്. ഈ ഒരു കേവിന്റെ മുമ്പിലായി തന്നെ നല്ലൊരു വ്യൂ പോയിന്റും കാണാം. കൂടാതെ ഇതിന്റെ മുമ്പിലായി തന്നെ സ്നാക്സും ചായയും ഒക്കെ കിട്ടുന്ന ചെറിയൊരു കടയും കൂടിയുണ്ട്. വില ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ നേരെ ലെഫ്റ്റ് സൈഡ് ലാസ്റ്റ് ഒരു ചെറിയ മല പൊങ്ങിക്കണോ, ചെറിയ മുനയായിട്ട് നിൽക്കണേ, അതാണ് കൊളുക്കുമല. കൊളുക്കുമല കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തേയിലത്തോട്ടം അതിന്റെ അപ്പുറ സൈഡിലാണ് കൊളുക്കുമല. അതിന്റെ നേരെ താഴെ കാണുന്നതാണ് സൂര്യനെല്ലി. ആ കെട്ടിടങ്ങളൊക്കെ ഒത്തിരി കാണുന്ന സ്ഥലം, പഴയ വിവാദമായ സൂര്യനെല്ലി. ഇവിടെയും കുറച്ചു നേരം നിർത്തി കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇവിടെ നിന്ന് നമ്മൾ നേരെ ആനയിറങ്കൽ ഡാമിലേക്കാണ് പോകുന്നത്. ഈ റൂട്ടിലൂടെ സീസൺ ടൈമിൽ പോവുകയാണെങ്കിൽ ഓറഞ്ച് നിറയെ കാഴ്ച നിൽക്കുന്നത് കാണാം. ഇവിടെ അടുത്ത് നല്ലൊരു വ്യൂ പോയിന്റ് നോക്കി ബസ് നിർത്തി. ഡാമിന്റെ വിദൂര കാഴ്ചകളൊക്കെ ഇവിടെ നിന്നാൽ കാണാം. നമ്മുടെ അരിക്കൊമ്പൻ വാണിരുന്ന സ്ഥലമാണിത്. ചിന്നക്കനാലിൻ പന്നിയാറിന് കുറുകെ 1965 പണികഴിപ്പിച്ച എർത്ത് ഡാമാണ് ഈ കാണുന്ന ആനയിറങ്കൽ ഡാം. സ്ഥിരമായി കാട്ടാനകൾ കൂട്ടമായി വെള്ളം കുടിക്കാൻ വരുന്ന താഴ്വര ആയതുകൊണ്ടാണ് ഇതിന് ആനയിറങ്കൽ ഡാം എന്ന് പേര് വന്നത്. ഇതാണ് ആനയിറങ്കൽ ഡാമാണിത്. ഇത് എർത്ത് ഡാമാണ്, വലിയ ഡാമൊന്നുമല്ല, ചെറിയ ഡാമാണ്. മണ്ണ് കൊണ്ട് ഉപയോഗിച്ച് മണ്ണും കരിങ്കല്ലും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമാണ് ഇത്. ഇപ്പം ബോട്ടിങ്ങൊക്കെ ഉണ്ടായതാണ് മുന്നാലെ, ഇപ്പോൾ ബോട്ടിങ് നിർത്തി വെച്ചേക്കാണ്. പിന്നെ നമ്മളിവിടം വരെ ഇവിടം വരെ ഉള്ളൂ, നമ്മളെ വണ്ടി താഴേക്ക് പോകില്ല. നമ്മൾ അതുകൊണ്ട് ഇവിടെ നിർത്തി നമ്മൾ തിരിച്ച് പോവാണ്. നമ്മൾ ലാസ്റ്റ് പോയിന്റാണിത്. അങ്ങനെ ഇവിടുത്തെ വ്യൂ പോയിന്റ് കാഴ്ചകളും കണ്ട് മടക്കയാത്രയാണ് ഇനി. ഈ ഒരു ട്രിപ്പ് മഴക്കാലത്താണെങ്കിൽ പെരിയ കനാൽ വെള്ളച്ചാട്ടവും നിങ്ങൾക്ക് ആസ്വദിക്കാം. പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രം വരാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ടിക്കറ്റ് ലഭിച്ചില്ലെന്ന് വരാം. അത്രയ്ക്കും ഡിമാൻഡാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിന് ഇവിടെ. നെക്സ്റ്റ് ട്രിപ്പ് നിങ്ങൾ മൂന്നാർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഡബിൾ ഡെക്കർ യാത്ര ഒട്ടും മിസ് ചെയ്യരുത്. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ വരാൻ പറ്റിയ ഒരു കിടിലൻ റൈഡാണിത്. അങ്ങനെ 3 മണിക്കൂറത്തെ നീണ്ട യാത്ര കഴിഞ്ഞ് മൂന്നാർ ഡിപ്പോയിലേക്ക് തിരിച്ചെത്തി. ഇവിടെ ഇനി രാത്രി എത്തുന്നവർക്ക് KSRTC ബെഡ് സ്പേസും ചെറിയ വിലയ്ക്ക് ലഭ്യമാണ്. കൂടാതെ ലഗേജ് ലോക്കർ ഫെസിലിറ്റീസും പുതിയതായി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ യാത്രാവിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.